വിജയദശമി ദിനത്തിൽ വാഗ്ദേവതയുടെ വരദാനം ഏറ്റുവാങ്ങി ഗൾഫ് രാജ്യങ്ങളിലും നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യ അക്ഷരം കുറിച്ചു. ഷാർജയിൽ ഏകതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ ജാതിമത ഭേദങ്ങളില്ലാതെ നൂറുകണക്കിന് കുരുന്നുകളാണ് ഹരിശ്രീ കുറിച്ചത്. ഇതോടൊപ്പം നവരാത്രിയോടനുബന്ധിച്ച് ഏകത സംഗീതോത്സവം ഒരുക്കിയിരുന്നു. വിജയദശമി ദിനത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും ആദ്യാക്ഷരം കുറിച്ച കുട്ടികൾ അറിവിന്റെ ലോകത്തേക്ക് കടന്നു. ഷാർജയിൽ UAE പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയായ ഏകതയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ ഹരിശ്രീ കുറിക്കാൻ 100-ലേറെ കുരുന്നുകളാണ് എത്തിയത്. ശരിക്കും നമ്മുടെ ഷോഡശകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാരംഭം എന്നുള്ളത്. കുട്ടികളെ അറിവിൻ്റെ ലോകത്തിലേക്ക് പിടിച്ചു നടത്തുന്ന ആ ഒരു കർമ്മമാണ്. ശരിക്കും അത് വിജയദശമി നാൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള അവസരം ഇവിടെ ഏകത ശരിക്കും എനിക്ക് തോന്നി നമ്മുടെ UAE ആദ്യം ഏകതയാണ് ഇങ്ങനെയുള്ളൊരു സംരംഭം തുടക്കം. ഒരുപാട് വർഷങ്ങളായിട്ട് ഏകത തുടങ്ങി. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ പല ഭാഗങ്ങളിലും എഴുത്തിനെഴുത്ത് നടക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനിയും ഒരുപാട് ഭാഗങ്ങളിൽ എഴുത്തിനെഴുത്തുകൾ നടക്കണം. ഒരുപാട് സംഘടനകളിൽ എഴുത്തിനെഴുത്തുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് വരണം. പുലർച്ചെ 5 മണിയോടെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പട്ടുപാവാടയും കസവും മുണ്ടുമൊക്കെ അണിഞ്ഞാണ് കുരുന്നുകളിൽ പലരും ആദ്യാക്ഷരം കുറിക്കാനെത്തിയത്. കൊച്ചു വിരലുകൾ ആദ്യമായി മലയാളമേ തൊട്ടറിഞ്ഞപ്പോൾ ചിലരുടെ മുഖത്ത് വിടർന്ന ചിരി. ചിലർ വാശി പിടിച്ചും കരഞ്ഞുമാണ് ആദ്യാക്ഷരം കുറിച്ചത്. ഇവിടെ വർഷങ്ങളായിട്ട് നടക്കുന്ന ചടങ്ങാണ്. നമ്മളെല്ലാ വർഷവും ഇവിടെ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ എഴുതുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഇവിടെ ഓരോ വോളണ്ടിയറായിട്ടൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു ഭക്തിപരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടൊരു അന്തരീക്ഷമാണ്. കുഞ്ഞിനെ ആദ്യാക്ഷരം കുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ആ ജീവിതത്തിലെ ഒരു പ്രധാന ഒരു ചടങ്ങാണ്. അപ്പോൾ നമ്മൾ അത് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. എഴുത്തിനിരുത്തൽ ചടങ്ങിൽ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ, ഡോക്ടർ സതീഷ് കൃഷ്ണൻ, അധ്യാപകരായ രേവതി മണികണ്ഠൻ, ഡോക്ടർ മഞ്ജുള മോഹനൻ, രഞ്ജിമ ഗോപകുമാർ, പ്രതിഭ പ്രശാന്ത് എന്നിവർ ചടങ്ങുകൾക്ക് ആചാര്യസ്ഥാനം അലങ്കരിച്ചു. അങ്ങേയറ്റം സന്തോഷം തോന്നുന്നു. കാരണം പ്രവാസ ലോകത്തും ആത്മീയതയുടെ ശക്തി നന്നായി മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഷാർജയിലും ദുബായിലും വരുന്നത് ആദ്യമല്ലെങ്കിൽ പോലും ഇത്തരമൊരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആത്മീയമായൊരു കാര്യത്തിൽ പങ്കെടുത്തതിൽ അങ്ങേയറ്റം മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ്. ആത്മീയതയാണ് രാജ്യത്തിനെ ശക്തിപ്പെടുത്തുന്നത്. അത് മലയാളിയായാലും ഭാരതീയനായാലും ലോകത്ത് എവിടെ നിന്നാലും ആ ആത്മീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് വിജയദശമി ആഘോഷിക്കുന്ന ഈ വേളയിൽ വിദ്യാരംഭത്തിൻ്റെ പ്രാധാന്യം ലോകത്തുള്ള മലയാളി എവിടെയായാലും ലോകത്തുള്ള ഭാരതീയൻ എവിടെയായാലും അത് അതിൻ്റേതായ രീതിയിൽ സമുചിതമായി ആഘോഷിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രസക്തമാണ്. കുരുന്നുകൾ എഴുതി തുടങ്ങുന്ന ശുഭമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നാട്ടിൽ നിന്ന് പലരുടെയും മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളും മറ്റുള്ള ആചാരങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അതും എസ്പെഷ്യലി ഒരു പ്രവാസിക്ക് കിട്ടുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഒത്തിരി കുട്ടികൾ ഇന്നത്തെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകതയുടെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് സന്തോഷമാണ്. ഗൾഫിലെ വേനലവധിയും ഓണവുമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് അധിക നാളുകളാകാത്തതിനാൽ പല കുടുംബങ്ങൾക്കും വിദ്യാരംഭത്തിന് നാട്ടിൽ പോകുക പ്രായോഗികമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ UAE തന്നെ ചടങ്ങുകൾ ഒരുക്കിയത് മാതാപിതാക്കൾക്ക് ഏറെ അനുഗ്രഹമായി. വർക്കിംഗ് ഡേ ആയിരുന്നു. എന്നാലും ഇങ്ങനത്തെ ഒരു ഏകദിന സമിതിയിൽ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയ നല്ല കാര്യം തന്നെ. കാരണം നമ്മൾ കുറേ സെർച്ച് ചെയ്ത് എവിടെ നിന്നാണ് കുട്ടിക്ക് എഴുതാൻ പറ്റില്ല, നാട്ടിൽ പോയിട്ടാണ് എഴുതേണ്ടതെന്നൊക്കെ. പക്ഷേ ഇങ്ങനൊരു സംഘടന ഷാർജയിലുള്ളത് എന്തുകൊണ്ട് നല്ല കാര്യം. കുട്ടിക്ക് നവമി ദിവസം തന്നെ എഴുതാൻ പറ്റി. സംഘടനയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. വിദ്യാരംഭം കുറിച്ച കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയാണ് യാത്രയാക്കിയത്.
തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ്. ആക്ച്വലി നമ്മുടെ ഏകത വർഷങ്ങളായിട്ട് നടത്തുന്നതാണ്, നമ്മൾ അതിൻ്റെ ഭാഗമാണ്. ഇന്നെന്തായാലും നമുക്ക് നാട്ടിൽ പോകാതെ തന്നെ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ പനച്ചിക്കാടോ മൂകാംബികയോ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞങ്ങൾ 3 വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഡിസംബർ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പനച്ചിക്കാട് പോയി പങ്കെടുക്കണം. എന്തായാലും ഷാർജ ഏകത നല്ല രീതിയിൽ ഇവിടെ എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായി തന്നെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് അങ്ങനെ സാറിൻ്റെ അത്യാവശ്യം കുറിച്ച് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഏകത സംഗീതോത്സവം ഒരുക്കിയിരുന്നു. 3 ദിവസങ്ങളായി നടന്ന സംഗീതോത്സവത്തിൽ 300-ലേറെ സംഗീത കച്ചേരികളാണ് അരങ്ങേറിയത്. ഏകതയുടെ 14ാമത് നവരാത്രി മണ്ഡപ സംഗീതോത്സവത്തിൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി സംഗീത പ്രതിഭകളാണ് ഭാഗമായത്. നവരാത്രി സംഗീതോത്സവം മുൻ വർഷങ്ങളെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഈ വർഷവും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പുതിയ കലാകാരന്മാർ നമ്മുടെ വേദിയിലെത്തി. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 250-ൽ പരം കുട്ടികളുണ്ടായിരുന്നു അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ ഭംഗിയായിട്ട് 3 ദിവസങ്ങളിൽ രാത്രി ദിവസങ്ങളിലൊക്കെ ആൾക്കാർ അവിടെ നിന്ന് പോകാൻ വേണ്ടി വളരെ വിഷമത്തോടു കൂടിയായിരുന്നു 3-ാമത്തെ ദിവസം പോയിക്കൊണ്ടിരുന്നത്. അത്രയും ഗംഭീരമായിട്ടായിരുന്നു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അരങ്ങേറ്റം, പ്രതിഭ, വിദ്വാൻ, വിദൂഷി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിരുന്നു കച്ചേരികൾ. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, ഹരികഥ, ലയവിന്യാസം എന്നിങ്ങനെ വിവിധ ശൈലികളിലുള്ള കച്ചേരികളും ഉപകരണ സംഗീത കച്ചേരികളും സംഗീതോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. ഇത് നമ്മുടെ തുടർച്ചയായിട്ട് 14ാമത്തെ വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം കുറേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ മലയാളത്തിനും കന്നഡ സംഗീതത്തിനും ഉൾപ്പെടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം തന്നെ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ വർഷം നമ്മൾ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസിനും, അത് ഹിന്ദുസ്ഥാനി സംഗീതോത്സവമുണ്ട്, അതേപോലെ തന്നെ ഹരികഥ, സോപാന സംഗീതം, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗീത വിഭാഗങ്ങളെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ആണ് ഈ വർഷം സംഗീത ഉത്സവം അരങ്ങേറുന്നത്. ഷാർജയെ സംഗീത സാന്ദ്രമാക്കിയാണ് ഏകത നവരാത്രി മണ്ഡപ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണത്.